എടാ അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് ബേസിക് മാത്സ് ആയിരുന്നു. ബേസിക് ഇങ്ങനെ സെറ്റാക്കി കൊണ്ടുവരികയാണ്. അടുത്തത് ബേസിക്കലി നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനമാണ്. എന്താണ്? ഐഡന്റിറ്റീസ് എന്ന് പറയും. ഐഡന്റിറ്റീസിൽ നമുക്ക് പഠിക്കാം. ഐഡന്റിറ്റീസ് എന്ന് പറഞ്ഞാൽ വലിയ സാധനങ്ങളൊന്നും അല്ല. അത് നിങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നമുക്ക് പ്രധാനമായും 3 ഐഡന്റിറ്റീസ് ആണ് പഠിക്കാനുള്ളത്. എത്ര എണ്ണമാണ്? 3 എണ്ണമാണ് പഠിക്കാനുള്ളത്. അതിൻ്റെ അകത്തെ ആദ്യത്തെ ഒന്നാമത്തെ ഐഡന്റിറ്റി ശ്രദ്ധിച്ചോളണേ. ഫസ്റ്റ് വണ്ണാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ചോളണം. ആ ഐഡന്റിറ്റി ഇത്രേ ഉള്ളൂ. ഇവിടെ 2 നമ്പറുകൾ, ഏതെങ്കിലും 2 നമ്പറുകൾ, എ എന്നോ ബി എന്നോ നമ്മൾ പേര് കൊടുത്തുവാണ്. ഏതെങ്കിലും 2 നമ്പറുകൾ ഇങ്ങനെ പ്ലസ് ഇട്ടിട്ട് സ്ക്വയർ എടുക്കാൻ പറഞ്ഞാൽ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ, ഇങ്ങനെ ഏതെങ്കിലും 2 നമ്പറുകൾ പ്ലസ് ഇട്ടിട്ട് സ്ക്വയർ എടുക്കാൻ പറഞ്ഞാൽ അതിൻ്റെ ആൻസർ എഴുതേണ്ട വിധമാണ് പറയാൻ പോകുന്നത്. എന്താണോ ഫസ്റ്റ് നമ്പർ അതിൻ്റെ സ്ക്വയർ എടുക്കുക, എ സ്ക്വയർ. കേട്ടല്ലോ? ഇവിടെ പ്ലസ് ആയത് കാരണം എല്ലായിടത്തും പ്ലസ് ആണെന്ന് ഓർത്തോളണം. പ്ലസ് ആണെങ്കിൽ എല്ലായിടത്തും പ്ലസ്. ഇനി 2 × 2 എല്ലായിടത്തും വേണ്ടത് തന്നെയാണ്. ഏത് ക്വസ്റ്റ്യൻ ആണെങ്കിലും അവിടെ 2 തന്നെയാണ്. കേട്ടല്ലോ? സ്ക്വയർ എടുക്കുമ്പോൾ 2 വരുമെന്ന് ആലോചിച്ചാൽ മതി. 2 × ഫസ്റ്റ് നമ്പർ ഏതാണോ അതെഴുതുക, സെക്കൻഡ് നമ്പർ ഏതാണോ അതെഴുതുക. ഓക്കെ അല്ലേ? ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ എഴുതി, 2 × ഫസ്റ്റ് നമ്പർ സെക്കൻഡ് നമ്പർ എഴുതി, പ്ലസ് എന്താടാ ബി, സെക്കൻഡ് നമ്പർ എന്താണോ അതിന്റെ സ്ക്വയർ എടുക്കുക. ശ്രദ്ധിച്ച് എങ്ങനെയാണ്? 2 നമ്പറുകൾ പ്ലസ് ഇട്ടിട്ട് സ്ക്വയർ എടുക്കാൻ പറഞ്ഞാൽ ആദ്യത്തെ നമ്പറിന്റെ സ്ക്വയർ എടുക്കുക, അവസാനം രണ്ടാമത്തെ നമ്പറിന്റെ സ്ക്വയർ എടുക്കുക. അത്രേ ഉള്ളൂ. നടുക്ക് വരേണ്ടത് എന്താണ്? 2 × എയും ബിയും. ഇത്രേ ഉള്ളൂ. ഇനി ഇത് തന്നെ, ഇപ്പൊ തന്നെ നമ്മളൊരു കാര്യം പറയാം. ഇത് തന്നെ മൈനസ് ഇട്ട് വന്നാലോ? ഇത് തന്നെ നമുക്ക് ചിലപ്പോൾ മൈനസ് ഇട്ട് വരാം. ദേ നോക്കിയോ, എ മൈനസ് ബി ഹോൾ സ്ക്വയർ. എടാ ഇങ്ങനെ വന്നാലാ മൈനസ് ഇട്ട് വന്നാൽ ഇതിന്റെ അകത്തെ പരിപാടിയൊക്കെ സെയിം തന്നെ. എങ്ങനെയാണിത്? ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ എടുക്കുക, എ സ്ക്വയർ. രണ്ടാമത് ചെയ്യേണ്ടത് 2 × ഫസ്റ്റ് നമ്പർ എന്താണോ അത് എഴുതുക, സെക്കൻഡ് നമ്പർ എന്താണോ അത് എഴുതുക, എ ബി എഴുതി. ഇനി സെക്കൻഡ് നമ്പർ എന്താണോ അതിന്റെ സ്ക്വയർ എഴുതുക, സെക്കൻഡ് നമ്പർ എന്താണോ അതിന്റെ സ്ക്വയർ എടുക്കുക. മൈനസ് ആയത് കാരണം നോക്കിയേ, പ്ലസ് ആയപ്പോൾ എല്ലായിടത്തും പ്ലസ് ആയിരുന്നു. മൈനസ് ആയതുകൊണ്ട് ആദ്യത്തെ സ്ഥലത്ത് മാത്രം മൈനസ്, ഇവിടെ മൈനസ് അല്ല, ഇവിടെ പ്ലസ്. ഇത്രേ ഉള്ളൂ. ഇത് നമ്മളൊന്ന് കാണാതെ പഠിക്കേണ്ടതാണ്. കാണാതെ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ഈ എഴുതേണ്ട രീതി ഒന്ന് ആലോചിച്ചിരുന്നാൽ മതിടാ. എഴുതേണ്ട രീതി ഒന്ന് നോക്കിയേ. എഴുതേണ്ട രീതി എങ്ങനെയാണ്? ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ പ്ലസ് 2 × ഫസ്റ്റ് നമ്പർ × സെക്കൻഡ് നമ്പർ പ്ലസ് സെക്കൻഡ് നമ്പറിന്റെ സ്ക്വയർ. ഇത് എക്സാമ്പിൾ ഇതേ ഒരെണ്ണം ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. അതേ നോക്കിയോടാ, എക്സ് പ്ലസ് 3 ഹോൾ സ്ക്വയർ. ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യും പറ? ഫസ്റ്റ് നമ്പർ എന്താണോ പ്ലസ് ആണ്, അപ്പൊ എല്ലായിടത്തും പ്ലസ് ആണ്. ഫസ്റ്റ് നമ്പർ എന്താണോ അതിന്റെ സ്ക്വയർ എടുത്തു, എക്സ് സ്ക്വയർ. പ്ലസ് ആയതുകൊണ്ട് എല്ലായിടത്തും പ്ലസ്. ഇനി എന്താണ്? 2 × ഫസ്റ്റ് നമ്പർ അതുപോലെ തന്നെ എഴുതി ഇൻറ്റു സെക്കൻഡ് നമ്പർ. ഓക്കെ, 2 × ഫസ്റ്റ് നമ്പർ × സെക്കൻഡ് നമ്പർ പ്ലസ്, കഴിഞ്ഞിട്ടില്ല, സെക്കൻഡ് നമ്പർ എന്താണോ അതിന്റെ സ്ക്വയർ, 3 സ്ക്വയർ. അപ്പൊ ആൻസർ എന്ത് വരും പറയടാ? എക്സ് സ്ക്വയർ പ്ലസ് 2 × x × 3 എത്രയാടാ? 3 × 2 = 6, 6x പ്ലസ് 3 സ്ക്വയർ എത്രയാടാ? 9. ഇത്ര ഉള്ളടാ. എളുപ്പമല്ലേ? ഇനി മൈനസ് ആണെങ്കിലോ? ഇതേ നോക്കിക്കോ, y - 5 ദ ഹോൾ സ്ക്വയർ. ആൻസർ എങ്ങനെ വരും? വേഗം ദേ, ഫസ്റ്റ് നമ്പർ എന്താണോ അതിന്റെ സ്ക്വയർ, y സ്ക്വയർ. എന്താണ്? മൈനസ് ആയതുകൊണ്ട് ആദ്യം മൈനസ് ഇട്ടു, അത് മാത്രം, ബാക്കിയെല്ലാം സെയിം. 2 × ഫസ്റ്റ് നമ്പർ എന്താണോ അത് എഴുതി, സെക്കൻഡ് നമ്പർ എന്താണോ അത് എഴുതി. ക്ലിയർ? ഇനി എന്താണ് അടുത്തത്? മൈനസ് അല്ല, പ്ലസ് ഇട്ടോളണം. പ്ലസ് എന്താണ്? സെക്കൻഡ് നമ്പറിന്റെ സ്ക്വയർ. അപ്പൊ ആൻസർ നോക്കിയടാ, y സ്ക്വയർ. 5 × 2 കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ എത്ര കിട്ടി? 10 കിട്ടി. ഒരു y അതുപോലെ തന്നെ എഴുതി, പ്ലസ് 25. ക്ലിയർ അല്ലേടാ മക്കളെ? ക്ലിയർ അല്ലേ? ഒരെണ്ണം കൂടി ചെയ്യാം. വളരെ ഇമ്പോർട്ടന്റ്, ശ്രദ്ധിച്ചോളണം. ദേ മൂന്നാമത്തെ ചോദ്യം വളരെ സിമ്പിൾ സാധനം ചെയ്യാം. അതേ നോക്കിയോ, 2 + 5x ഹോൾ സ്ക്വയർ. എങ്ങനെ ചെയ്യും നോക്കിയേ? പ്ലസ് ഇട്ടാണ് വന്നിട്ടുള്ളത്, സ്ക്വയർ എടുക്കണം. നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ചെയ്തോ. ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ എടുക്കുക. പ്ലസ് ആയതുകൊണ്ട് ആദ്യം പ്ലസ് ഇട്ടു. 2 × ഈ 2 ഏതാണ്? ഇതാണോ? അല്ല, 2 ആദ്യം എല്ലായിടത്തും ഇടേണ്ട 2 × ഫസ്റ്റ് നമ്പർ × സെക്കൻഡ് നമ്പർ 5x. ഇത്രേ ഉള്ളൂ. പ്ലസ് സെക്കൻഡ് നമ്പർ എന്താണോ അതിന്റെ സ്ക്വയർ, 5x എന്താണോ അതിന്റെ സ്ക്വയർ ഇട്ടു. ഇത്രേ ഉള്ളൂ. അപ്പൊ ആൻസർ എന്ത് തോന്നുടാ? 2 സ്ക്വയർ എത്രയാണ്? 4 പ്ലസ് 2 × 2 എത്രയാണ്? 4 × 5 എത്രയാടാ? 20x പ്ലസ്
ഇവിടെ നോക്കിയേ 5x² എന്ന് പറയുമ്പോൾ 5ന്റെ സ്ക്വയർ കൊടുക്കണം, എക്സിന്റെ സ്ക്വയർ കൊടുക്കണം. 5ന്റെ സ്ക്വയർ എത്രയാടാ? 25 ഇൻറ്റു എക്സിന്റെ സ്ക്വയർ എന്താടാ? x². ഇത്ര ഉള്ളടാ, സിമ്പിൾ. ഇനി ഒന്നും ചെയ്യാനില്ല, അതുപോലെ തന്നെ എഴുതാം. ഒരെണ്ണം കൂടി ചെയ്തിട്ട് നിർത്തിയേക്കാം. ഒരു മൈനസ് വരുന്നത് വളരെ സിമ്പിൾ ഒരു സാധനം ചെയ്യാം. എന്ത് ചെയ്ത് നോക്കിയോടാ? x -3² മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻറ്റ്. ഫസ്റ്റ് നമ്പരും സെക്കൻഡ് നമ്പരും. ഫസ്റ്റ് നമ്പറിന്റെ സ്ക്വയർ എടുത്തു x², മൈനസ് ആയതുകൊണ്ട് മൈനസ് ഇട്ടു. 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ എടുത്തു x ഇൻറ്റു സെക്കൻഡ് നമ്പർ എടുത്തു 3. അപ്പോൾ ഈ 3യുടെ മൈനസ് ഒന്നും എടുക്കണം കേട്ടോ, മൈനസ് ഒക്കെ നമ്മൾ ഇവിടെ ഇട്ട് പോകുന്നുണ്ട് കേട്ടല്ലോ. ഇനി പ്ലസ് ഇട്ടു, സെക്കൻഡ് നമ്പർ എന്താണോ അതിന്റെ സ്ക്വയർ എടുത്തു. ഇത്രേ ഉള്ളൂ. ഇനി എന്താണ് നോക്കിക്കോ, x² അതുപോലെ തന്നെ എഴുതി, മൈനസ് 2 ഇൻറ്റു 3 എത്രയാടാ? 6. അപ്പോൾ 6x. പിന്നെ എത്രയാണ്? പ്ലസ് 3² എത്രയാണ്? 9. സിമ്പിൾ പരിപാടി അല്ലേ? ക്ലിയർ അല്ലേടാ? ക്ലിയർ അല്ലേ? ഇത്രേ ഉള്ളൂ. അപ്പൊ നമ്മൾ ചെയ്ത കാര്യം നോക്കിയേ, ഫസ്റ്റ് നമ്പർ എന്താണോ അതിന്റെ സ്ക്വയർ എടുത്തു അല്ലേ? പിന്നെ എന്താണ്? പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഇട്ടു, പ്ലസ് അല്ലെങ്കിൽ മൈനസ് ഇട്ടു. പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇടണം, മൈനസ് ആണെങ്കിൽ മൈനസ് ഇടണം അല്ലേ? എന്നിട്ട് എന്തെടുത്തു? 2 ഇൻറ്റു ഫസ്റ്റ് നമ്പർ എഴുതി, സെക്കൻഡ് നമ്പർ എഴുതി അല്ലേ? രണ്ടാമത് എല്ലാത്തിനും പ്ലസ് ആണ്, എന്നിട്ട് സെക്കൻഡ് നമ്പറിന്റെ സ്ക്വയർ എടുക്കണം. എടാ ഇത്രേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. സിമ്പിൾ അല്ലേ? വളരെ സിമ്പിൾ അല്ലേ? ഇത്ര ഉള്ളു പരിപാടി. അപ്പൊ ഇതൊന്ന് തനിയെ ചെയ്ത് നോക്കിയടാ. x - 3x, x - 3 വേണ്ട 5² ഇതൊന്ന് തനിയെ എഴുതി നോക്കിയേ. കമന്റ് ചെയ്യാൻ ഞാൻ പറയുന്നില്ല, ഇത് കമന്റ് ചെയ്യാൻ പാടാണ്, പക്ഷെ തനിയെ ഒന്ന് ചെയ്ത് നോക്കണം നിർബന്ധമായിട്ട്. എളുപ്പമല്ലടാ ഇതൊക്കെ, ഭയങ്കര എളുപ്പം. ചെറിയ ചെറിയ സാധനങ്ങളാണ്. ഇതൊന്ന് വെറുതെ ഒന്ന് കേട്ടിരുന്നോ, നമുക്ക് പഠിക്കണ സമയത്തൊക്കെ ഉപയോഗിക്കാം.